ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു റിംഗ് പ്ലാറ്ററാണ് യൂസിങ് സാറ്റിൻ ഫ്ലവർ. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന പോലത്തെ ഒരു റിംഗ് പ്ലാറ്ററാണിത്. അതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാറ്റിനാണ്. കുറച്ച് സാറ്റിൻ വെച്ച് കുറച്ച് ചെറിയ റോസസും പിന്നെ വേറൊരു ഡിസൈനിലൊരു പൂ പോലെ. റോസസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. മറ്റേ ഡിസൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാറ്റിൻ റോളിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്യുക. എഡ്ജസ് നല്ല ഒരു ട്രയാങ്കിൾ ഷേപ്പിലാവുന്നത് പോലെ നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടിക്കഴിയുമ്പം നമുക്ക് ആ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആ സാറ്റിൻ ഒന്നെങ്കിൽ ഗ്ലൂ വെച്ച് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ തിരി വെച്ച് നമുക്ക് എഡ്ജസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എഡ്ജസ് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മിഡിലിൽ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് അതിനെ മൂന്നായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പം ഒരു നല്ലൊരു ഡിസൈൻ പോലെ തന്നെ അതിനകത്ത് വരും. എന്നിട്ട് എൻ പാർട്ട് വേണമെങ്കിൽ ആസ് യൂഷ്വൽ ഗ്ലൂ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ തിരി വെച്ച് നമുക്ക് അത് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 8 പെറ്റൽസാണ്. ഈ 8 പെറ്റൽസ് നമുക്ക് ഗ്ലൂ വെച്ച് അറ്റാച്ച് ചെയ്യാം. വേണമെങ്കിൽ ഈ ഗ്ലൂ യൂസ് ചെയ്യുമ്പം അതിന് ഒരു സ്റ്റിക്കി ആയിട്ട് ഇച്ചിരി ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ക്രംസ് പോലെ ചിലപ്പോൾ ഇതിൽ ഒട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നൂല് വെച്ച് തയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ വേറെ വലിയ ഒഫീഷ്യലി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ ഇതേ ഡിസൈനിലുണ്ടാക്കാം. ഇനി എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ എനിക്ക് വേണ്ടത്രയും പീസസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഗ്ലൂ വെച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഒരു 6 to 7 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയത്. അത് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ഗ്ലൂ ചെയ്തിട്ടുള്ളൂ. കാരണം ആ ഒരു ഡിസൈനാണ് ഞാൻ പ്രിഫർ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ റോസസ് ഉണ്ടാക്കിയത് ഞാനതിൻ്റെ ഫ്രണ്ടിൽ ഓൾട്ടർനേറ്റ് പിങ്ക് കളറും പർപ്പിൾ കളറും കൂടെ മാറ്റി മാറ്റി ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ട പോലെ ഡിസൈൻസ്, അല്ലെങ്കിൽ ഇപ്പം ഞാനിതിൻ്റെ എൻ പാർട്ടിൽ ഈ റോസസിൽ കുറച്ച് ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ അതിൻ്റെ സ്റ്റൈലും അതിന് ഇച്ചിരി കൂടെ ഒരു ഭംഗി കൂട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇതിനെന്ത് വേണേലും ചെയ്യാം. റോസസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ വേറെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം. ഒരു സൈഡിൽ ഫ്ലവേഴ്സ് എല്ലാം വെച്ചിട്ട് മറ്റേ സൈഡിൽ ത്രെഡിലിങ്ങനെ മുത്തുകൾ കോർത്തിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. മേ ബി താഴെ കുറച്ച് ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്യാം. അപ്പം ഞാനിങ്ങനെയാണ് പ്രിഫർ ചെയ്തത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വളരെ സിമ്പിളാണ്. ഫൈനൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ലെയറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 or 4 വയ്ക്കാം. എൻ്റെ കയ്യിൽ അത്രയും ബീഡ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വെച്ചിരിക്കുന്നത് ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സിൽ കുറേ മുത്തുകൾ അറ്റാച്ച് ചെയ്ത് അതിൻ്റെ നടുക്കാണ് നമ്മൾ റിംഗ് വെക്കുന്നത് പോലെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. എനിക്കുള്ള സാധനം വെച്ചിട്ട് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഞാൻ ഒട്ടിച്ചു വെച്ചു. അപ്പം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ജസ്റ്റ് മിഡിലിൽ നമ്മൾ റിങ് വെക്കുന്നു,
സൈഡിൽ റോസസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻസ് മാറ്റാം. പൂക്കൾ വേണമെങ്കിൽ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ വയ്ക്കാം, ബീഡ്സിൻ്റെ ലെയർ താഴെ വയ്ക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്ത ഒരു ഐഡിയ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്.